വൈഡ് ഹൈറ്റാണ് വന്നിട്ടുള്ളത്. വേറെ 235 രൂപയ്ക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് കിട്ടിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സ്മിറ്റെന്ന് 2 തവണയായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചാട്ടോ ഒരു വീഡിയോ ഇടുന്നത്. അന്നേ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്, പക്ഷെ അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു, തുടങ്ങിയിട്ടൊന്നുമില്ല, ഇപ്പോഴാണല്ലോ തുടങ്ങിയത്. അപ്പം അതിനെക്കുറിച്ച് എന്തായാലും എനിക്ക് ആ വീഡിയോ എടുത്തില്ലൊരു വിഷമം, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പം കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്ത് തീർത്ത് ബാക്കി കയ്യിലുള്ള റീസെൻ്റ്ലി കറണ്ടായിട്ടുള്ള കയ്യിലുള്ള പ്രോഡക്റ്റ്സൊക്കെ ഞാൻ കാണിച്ചത്. മിറ്റനൊക്കെ ഭയങ്കര ട്രെൻഡായ സമയത്ത് എല്ലാവരും പ്ലമ്മിൻ്റെ ഐറ്റംസാണ് അധികം യൂസ് ചെയ്യുന്നത്, അതായത് ഓർഡറാക്കി യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ് കുടുങ്ങി ഓരോ പ്രോഡക്ട്സിനോടും. അപ്പം ഫസ്റ്റായിട്ട് ഇതാ പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് കേട്ടോ. ഇത് 50 ml ആണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ സ്പ്രേ ബോട്ടിലെല്ലാം ഉള്ളൊരു പ്രശ്നം മാത്രമുള്ളത്, കയ്യിലെടുത്ത് സാധാ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുക, അല്ലാണ്ട് ഒരു കോട്ടൺ പാഡ് വെച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് അങ്ങനെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. എല്ലാവരും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ എന്നോട് മറന്നു, എനിക്ക് ശീലമില്ലാത്ത കാരണം ഞാൻ സാധാരണ ജസ്റ്റ് പൗഡർ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യും. ഞാൻ 8th പഠിക്കുന്ന സമയത്തെന്നുണ്ടെങ്കിൽ ഒരു ഫെയർ ആൻഡ് ലവ്ലി ക്രീമുണ്ട്, അമ്മ വാങ്ങിക്കുന്ന ക്രീംസൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് വേണ്ടി ക്രീം ഞാൻ വാങ്ങിപ്പിക്കാറുമില്ല. അപ്പോൾ അമ്മ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് ക്രീമിനോട് ഭയങ്കര ക്രേസ് ഉണ്ടല്ലാതെ ഞാനങ്ങനെ യൂസ് ചെയ്യലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ്. റീസെൻ്റ്ലി ഞാൻ ഇതിൽ കുറച്ച് ക്രീംസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇതാണ് പ്ലമ്മിൻ്റെ ടോണറാണ്. ഇത് യൂസ് ചെയ്യല, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്കിന്നിന്. അതായത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇതായിട്ട് ടോണർ ചെയ്തതിന് ശേഷം ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഞാൻ ഫസ്റ്റ് ഓർഡറിൽ വാങ്ങിയ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പ്ലമ്മിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ. ഇത് 24 hours ഒക്കെ നിൽക്കുന്നതാണ് പറയുന്നത്. ഞാനിതിപ്പം ആദ്യമൊക്കെ വാങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് തലയ്ക്കൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഞാൻ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പിനൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതിങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ സാധനമാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ്സ് എല്ലാവരും സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പം അതിൻ്റെതായ രീതി യൂസ് ചെയ്യുന്നതൊക്കെ പറയുന്നേക്കാം. ഓരോ സൺസ്ക്രീനൊക്കെ 2 ഫിംഗർ 3 ഫിംഗർ റൂളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ സാധാ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യാറുള്ളൂ. പിന്നുള്ളത് പ്ലമ്മിൻ്റെ തന്നെ ഷ്യൂർ മെയ്ഡ് ഡേ ക്രീമാണ് കേട്ടോ. ഇത് എന്താണ് മാറ്റായിട്ട് നിൽക്കും, നല്ല മാറ്റ് ഫിനിഷ് കൊടുക്കും. ഇത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ തോന്നുന്നു പ്ലമ്മിൻ്റെ അധികം ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഓയിലി സ്കിന്നുകാർക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന സാധനമായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര മാറ്റ് ഫിനിഷ് കൊടുക്കുന്നതാണ്. ഭയങ്കര ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ ഡള്ളായിട്ടോ ഒന്നും സ്കിന്ന് തോന്നിക്കില്ല. ഇത് നല്ല മാറ്റ് ഫിനിഷിൽ കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് മുകളിൽ പൗഡറൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനം. പിന്നുള്ളത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലതാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീരാനായിട്ടുണ്ട്. പിന്നുള്ളത് പ്ലമ്മിൻ്റെ തന്നെ സൺസ്ക്രീനാണ് കേട്ടോ. ഇതിനകത്ത് SPF 35 PA+++ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്രീൻ ടീൻ്റെ ഒരു ഡേ ലൈറ്റ് സൺസ്ക്രീനാണ്. ഇതും നല്ല സാധനമാണ് കേട്ടോ. പിന്നെ മറ്റേ ഇതിലും ഈ മാറ്റിൻ്റെയിലും ഷിയർ മാറ്റ് ഡേ ക്രീമിലും ഉണ്ട് എന്താണ് SPF 50 PA+++ ഉണ്ട്. പക്ഷെ നല്ല ക്രീമാണ് കേട്ടോ. പ്ലമ്മിൻ്റെ എല്ലാം അത്യാവശ്യം നല്ല അടിപൊളി സാധനങ്ങളാണ്. ഈ ഡ്രൈ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത് എന്തിനാണ്? ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ബെറ്ററാന്ന് തോന്നിക്കുന്നത് നമുക്ക് നല്ല വില കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഈ ഡ്രൈ പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളതാണ് പിന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് തീരാനായി, യൂസ് ചെയ്ത് തീർക്കാനായതാണ്. പ്ലമ്മിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു, അത് ഞാൻ തീർത്തു, അതാണ് കാണിക്കാല്ലാത്തത്. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ ഒരു ബോഡി വാഷ് ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഷവർ ജെല്ലാണ്, കാരമൽ പോപ്കോൺ ആണ് കേട്ടോ ഫ്ലേവർ. ഇതിന് എത്രയാ? ഇത് 20 ml ആണ്. മറ്റേ ക്രീംസൊക്കെ 20 ml തന്നെ കേട്ടോ. പിന്നെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എടുത്ത് വെക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ക്രീംസൊക്കെയാണ്, നമ്മൾ ചിലപ്പോൾ അത് കൊണ്ടുപോകാൻ ഭയങ്കര സ്പേസിനൊരു പ്രശ്നം വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെറിയ ടിന്നിലൊക്കെ ആക്കിയിട്ടായിരിക്കും കൊണ്ടുപോകും. അപ്പോൾ അതിനൊന്നും ആവശ്യം വരില്ല. ഇത് എനിക്ക് പറ്റിയ പ്രൊഡക്ട്സാണ്. കൂട്ടത്തിലുള്ളതാണ് പ്ലമ്മിൻ്റെ തന്നെ. ഇത് ക്ലെൻസിങ് ബാമാണ് കേട്ടോ. ഇത് സാധാ ഹെവി മേക്കപ്പിനൊക്കെ പറ്റുന്നതാണ്. ഒരു ക്ലെൻസിങ് ബാമാണ്.
എല്ലാവരും ഓയിൽ അല്ലെങ്കിൽ സോപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിന് പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഇത് എന്താണ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. സിയർ സീക്രട്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഞാൻ വേറെ എന്ത് യൂസ് ചെയ്തിട്ടുള്ള ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ചീക്ക് ബ്ലഷ് ആയിട്ടും അതേപോലെ ഐഷേഡ് ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ടും 3-in-1 പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ ഞാൻ ബ്ലഷ് ഐഷേഡ് അങ്ങനെയൊന്നും ഇടുമില്ലെങ്കിലും ലിപ്സിന് നന്നായിട്ട് ഇടാറുണ്ട്. ഇത് പിന്നെ എനിക്ക് ഞാൻ രാവിലെ ഇട്ടതിന് രാത്രി ഫേസ് വാഷ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അതേപോലെ ഞാൻ എപ്പോൾ തേച്ചോ എപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നോ അതുവരെ എനിക്കിത് നിൽക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അധികം ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടമാണ് ഇടാൻ. പക്ഷേ ലിപ്സ്റ്റിക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ലിപ് ബാംസ് ആണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ടിൻറ്റഡ് ലിപ് ബാംസൊക്കെ ഞാൻ വാങ്ങിക്കും. അപ്പോൾ ലിപ് ബാം അതേപോലെ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ ഇഷ്ടപ്പെട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ എന്താണ് ഒരു മടി ചടപ്പൊക്കെ ഉള്ളവർക്കും പിന്നെ ലിപ് ബാമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്ത് തീർന്നിട്ടൊന്നുമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 580 റുപ്പീസാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ ട്രയൽ പ്രോഡക്ട്സ് 6 പ്രോഡക്ട്സ് അങ്ങനെ എന്തോ വാങ്ങിയ സമയത്ത് അതിന് കൂട്ടത്തിൽ കിട്ടിയാണ് വെറും 235 രൂപയ്ക്ക്. അപ്പോൾ ഇത് വേർത്തല്ലേ, പ്രൈസിന് വേർത്താണ്, ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി സാധനമാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ പ്ലമ്മിൻ്റെ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത സമയത്ത് 12 ട്രയൽ പ്രോഡക്ട്സ് ആണ് ഇത് ഉൾപ്പെടെ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് ഗിഫ്റ്റാണ്. 12 പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതാണ് തോന്നുന്നു ഗിഫ്റ്റായിട്ട് കിട്ടുക. പിന്നെ ഇത് ഞാൻ സെക്കൻഡ് ടൈം ഓർഡർ ചെയ്ത സമയത്തുള്ളതാണ് കേട്ടോ. ഇതാ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കിറ്റാണ്. ഇതിൽ 16 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. മിനി ലിപ്സ്റ്റിക്സ് ഇല്ലേ, അതാണ്. ഭയങ്കര ക്യൂട്ട് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്, 16 ഷെയ്ഡ്സ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കിട്ടിയ സമയത്ത് ജസ്റ്റ് ട്രയൽ ഇട്ട് നോക്കി, അല്ലാണ്ട് യൂസ് ചെയ്തില്ല. ബാക്കി ഇതാ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമുക്കെന്താണ് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും. ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സിന് മാച്ചായിട്ട് ഓരോ ഷെയ്ഡ്സ് ഇടാം. ഇതിൽ കുറേ അധികം ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ നല്ല സ്മെല്ലാണ്. ഇതിന് മറ്റേ എക്ലെയേഴ്സ് ഇല്ലേ, എക്ലെയേഴ്സ് ഞാൻ പറഞ്ഞത് എക്ലെയേഴ്സിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. പണ്ടത്തെ 1 രൂപേൻ്റെ എക്ലെയേഴ്സ് മുട്ടയില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് ഇത് ഇഷ്ടമായി, ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാണ്. ആ പോക്ക് ഞാൻ കുറച്ച് സമയത്ത് പോക്കുത് യൂസ് ചെയ്യണം ഇൻട്രസ്റ്റ് ഇല്ല, ഓക്കും ഇത് എടുത്ത് വെക്കണം എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പോൾ ആരെടുത്ത് വെച്ചാൽ കണക്കാണല്ലോ, അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കട്ടെ വെച്ച്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കി 2-3 ഷവർ ജെൽ എങ്ങാനും ഉണ്ടായിരുന്നു, അത് ഞാൻ തീർത്തു. പിന്നെ ഒരു പ്ലമ്മിൻ്റെ ഫേസ് വാഷ് ഉണ്ടായിരുന്നു, അതും ഞാൻ തീർത്തു. ബാക്കി കയ്യിലുള്ളതാണ്. അപ്പം ഇത് വേർത്തല്ലേ സത്യം പറഞ്ഞാൽ 235 രൂപയ്ക്ക് ഇത്രയും പ്രോഡക്റ്റ്സ് കിട്ടുകയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് നല്ല വേർത്തായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ എന്നോ എടുക്കണം വിചാരിച്ച വീഡിയോ ആണോ, അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഉടനെ തന്നെ വരുന്നതായിരിക്കും. ലോങ് വീഡിയോസ് എനിക്ക് എടുത്ത് ശീലമില്ല എന്നല്ല, ഫസ്റ്റ് ടൈമാണ്, ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവും. ഇത് ഭയങ്കര ലോങ് ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.